ആലംബഹീനർക്കായി സ്വയം സമർപ്പിച്ച ജീവിതമായിരുന്നു മദർ തെരേസയുടേത്. സമൂഹത്തിൽ ഒറ്റപ്പെടലും ആരുമില്ലാതാകലുമാണ് ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞ മദർ തെരേസ ലോകമെങ്ങുമുള്ള അഗതികൾക്ക് ആശ്രയ കേന്ദ്രമായി. വത്തിക്കാന് മുൻപേ മദർ തെരേസയുടെ വിശുദ്ധി ലോകമറിഞ്ഞിരുന്നു. കൊൽക്കത്തയിൽ മദർ തെരേസ ജീവിച്ചിരിക്കെ ലോകം മദറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചിരുന്നു. അൽബേനിയയിൽ ജനിച്ച ആഗ്നസ് ബൊജേസ്ക്യു എന്ന പെൺകുട്ടി 1928 കന്യാസ്ത്രീ മഠത്തിൽ ചേരാൻ തീരുമാനിച്ചത്. തെരേസ എന്ന പേര് സ്വീകരിച്ച ആഗ്നസ് 19-ാം വയസ്സിൽ ഇന്ത്യയിലുമെത്തി. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സമൂഹം രൂപീകരിച്ച് തെരേസ അഗതികളുടെയും അനാഥരുടെയും കണ്ണീരൊപ്പി. സേവനത്തിന്റെ നീണ്ട 45 വർഷത്തിനിടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാഠങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ച സിസ്റ്റർ തെരേസയെ പിന്നീട് ഏവരും അഗതികളുടെ അമ്മ എന്ന് വിളിച്ചു. നോബൽ സമ്മാനവും മാഗ്നസെ പുരസ്കാരവും ലോകം ഈ അമ്മയ്ക്ക് സമ്മാനിച്ചു. കൊൽക്കത്തയ്ക്കുമപ്പുറം സ്നേഹത്തിന്റെ പുതുനാമ്പുകൾ വളർത്തിയ അമ്മയെ ഭാരതരത്ന നൽകി ഇന്ത്യയും ആദരിച്ചു. മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച അമ്മയുടെ വിയോഗത്തിൽ ലോകം ഒന്നാകെ തേങ്ങി. പാവങ്ങളുടെ പുഞ്ചിരിയിൽ ലോകമറിഞ്ഞ മദർ ഇനി വിശുദ്ധ പദവിയിലേക്ക്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.